ഹലോ ഗായ്സ്, അപ്പോൾ ഐശ്വൻ ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ അപ്പോൾ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ പോയത് ഒരു ഹോളിഡേ ടൈമിലായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയത് തലശ്ശേരി ഫോർട്ടിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് പോയതാണ്. അപ്പോൾ ആദ്യമായിട്ടായിരുന്നു ഞാൻ പോയത് കേട്ടോ അവിടെ. അപ്പം അങ്ങനെ ഞങ്ങൾ തലശ്ശേരി ഫോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. അവിടെ ഇതുമാതിരി ഒരു സ്റ്റെപ്പാണ് കേട്ടോ കയറാൻ വേണ്ടിയിട്ട്, മുകളിലോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ തന്നെ തലശ്ശേരി ഫോർട്ട് എന്നൊക്കെ വച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ട് വ്യൂ ആണ്, ഫോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. റോഡ് സൈഡാണ് ഫോർട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ, നടക്കുവാണ്. കസിൻസിൻ്റെ മക്കളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നല്ല എൻജോയ് ചെയ്ത് പോയ ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ നല്ല ജോളിയായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐവൂട്ടനും ഐഷിയും അപ്പൂട്ടനും സാൻവിയും ആദിയും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാം ഐവൂട്ടൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ തലശ്ശേരി ഫോർട്ടിലെത്തി. അപ്പോൾ അവിടെ ഇങ്ങനെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, തലശ്ശേരി ഫോർട്ടിനെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസൊക്കെ ഇട്ടിട്ട് ബോർഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഫോർട്ട് വരുന്നത് കേട്ടോ. കണ്ണൂർ ഫോർട്ട് വേറെ ഉണ്ട്, ഇത് തലശ്ശേരി ഫോർട്ടാണ്. അപ്പോൾ ചേച്ചിമാരൊക്കെ ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ ഫോർട്ടിൽ. ചേച്ചിയും ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചുറ്റിക്കാണാണ് ഫോർട്ട് കേട്ടോ. പിന്നെ ചിലവർ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മളൊക്കെ പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഒരുപാട് ആളുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു ഉച്ച തിരിഞ്ഞാണ് വിട്ടത് വീട്ടിൽ നിന്ന്. ഒരു വെയിൽ അങ്ങനെ ഉള്ളപ്പോൾ തന്നെയാണ് അവിടെ എത്തിയത് കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ചിങ്ങനെ ചുറ്റിക്കണ്ട്, പിന്നെ തുരങ്കപാത അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഐഷിയും സാൻവിയും കൂടെ ഒക്കെ അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് കാണുകയാണ് കേട്ടോ സ്ഥലങ്ങളൊക്കെ. ഇതൊക്കെ അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. തലശ്ശേരി ഹോസ്പിറ്റലൊക്കെ കാണാം അവിടെ നിന്ന് കഴിഞ്ഞാൽ. പിന്നെ ഒരു ചർച്ച്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിലായിട്ട്. നല്ല വ്യൂ ആയിരുന്നു. പിന്നെ കടലും കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പം കടലും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. കണ്ടോ, അങ്ങ് ദൂരെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ അങ്ങോട്ട് കാണുന്നത് കടലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ സാൻവിയാണ് കേട്ടോ കൂടെയുള്ളത്, ഐവുൻ്റെ ഐഷിൻ്റെയും കൂടെയുള്ളത് സാൻവിയാണ്. പിന്നെ എൻ്റെ ചേച്ചിയുമാണ്. പിന്നെ അങ്ങനെ എല്ലാം കണ്ടു കേട്ടോ. അവർ പിന്നെ ഒരേ കളിയായിരുന്നു. ഐവൂട്ടനൊക്കെ കുട്ടികളുടെ കൂടെ കൂടിക്കഴിഞ്ഞ് നല്ല കളിയായിരുന്നു. പിന്നെ ഞാനൊന്നിങ്ങനെ ചുമ്മാ ഇങ്ങനെ നടന്നതാണ് കേട്ടോ. അപ്പോഴേ ഇതാരാ വീഡിയോ പിടിച്ചതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും അതും കൂടെ ഇതിലിട്ടു. അപ്പോൾ ചേച്ചിമാരും ചേട്ടന്മാരും കുട്ടികളും എല്ലാവരും കൂടി കുറച്ച് സമയം ഇങ്ങനെ സംസാരിച്ച് തലശ്ശേരി ഫോർട്ടൊക്കെ കണ്ട്, പിന്നെ കുറച്ച് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്നിട്ട്. അപ്പം അങ്ങനെയാണ് തലശ്ശേരി ഫോർട്ടിലെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ പോയവരുണ്ടോ വീഡിയോ കാണുന്നവരിൽ? അപ്പോൾ കണ്ണൂരിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് പോയിട്ട് കാണണം കേട്ടോ, തലശ്ശേരി ഫോർട്ട്. പിന്നെ ഇതൊക്കെ കുട്ടിപ്പടയാണ് കേട്ടോ. ഇതൊക്കെ കസിൻസിൻ്റെ മക്കളും പിന്നെ എൻ്റെ മോനും ചേച്ചിയുടെ മോളും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതാ കടൽ കേസ്, നിങ്ങൾ കാണുന്നുണ്ടോ കടൽ? ദൂരെ കാണുന്നതാണ് കടൽ കേട്ടോ. പിന്നെ കുറേ ഇരിപ്പിടമൊക്കെ ഉണ്ടായിരുന്നു ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. എന്താ ഓടിച്ചാടി കളിക്കാൻ നല്ല വിസ്തൃതിയിൽ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഐബൂട്ടനൊക്കെ നല്ല ഓട്ടം ചാട്ടമൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് അപ്പൂട്ടനാണ് ഐബൂൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ഐഷി ഇവിടെ ഒരു ഇതിൽ സോഫ പോലത്തെ സംഭവത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല ചമ്പകപ്പൂവിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ഗ്രോസ് റെഡിഷ് കളറിൽ. അവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് നമ്മുടെ കോട്ട വിശേഷങ്ങൾ. പിന്നെ അങ്ങനെ കോട്ടയൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് വേറൊരു സ്ഥലത്താണ് കേട്ടോ. അതും അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ഒരു ചെറുതായിട്ടൊരു വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കോട്ടയിലെ വിശേഷങ്ങൾ കണ്ടിട്ട്
ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ടേക്ക് നമുക്ക് പോവാട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരെ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ ഇരുന്നിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഓടിച്ചാടി കയറിയിട്ടൊക്കെ ഇരുന്ന് സെറ്റായതാണ് കുട്ടികൾ. അപ്പോൾ എല്ലാവരും ഇരുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം കേട്ടോ. ഐവൂട്ടനാണ് ഏറ്റവും ചെറുതിൽ. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറേ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ചുറ്റി കാണാനുണ്ടായിരുന്നു ഗൈസ്. പഴയ ഓൾഡ് ഫോർട്ടല്ലേ, അപ്പോൾ അതിൻ്റേതായ നല്ല ഭംഗികളും കാര്യങ്ങളും കല്ലുപണിയും മരത്തിൽ കൊത്തിയതും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും സെൽഫികളുടെ തിരക്കിലാണ്, പിന്നെ ഫോട്ടോ പോസിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ കാണണം, കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് ഇടണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ. ഇതെന്തോ ഒരു ചെറിയൊരു ലൈറ്റ് സിഗ്നലിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ അവിടെ ഉള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് ഒരു ചർച്ചാണ് കേട്ടോ. ആ ഒരു ക്രിസ്മസ് ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു അപ്പൂപ്പനുണ്ടായിരുന്നു ആ ഒരു ചർച്ചിൻ്റെ മുമ്പിൽ. കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി. അപ്പം അങ്ങനെ ഞാനൊരു ചെറിയൊരു ക്ലിക്ക് ഇവിടുന്ന് ഒന്നെടുത്തു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു ട്രിപ്പ്. പിന്നെ അവിടുന്ന് ഇവിടെ തലശ്ശേരി ഫോർട്ടിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്കൂളും കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. സെൻറ്റ് ജോസഫ് സ്കൂളാണ് അതിൻ്റെ തൊട്ട് ബാക്കിലുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിച്ചത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് ഇടണം. പിന്നെ പോയത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കാണ് ഗൈസ്. ഇതൊരു ഡ്രൈവിംഗ് ബീച്ചാണ് കേട്ടോ. വിശാലമായ ബീച്ചാണ്, നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് പോകാൻ പറ്റിയൊരു ബീച്ചാണ് കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ. താങ്ക് യു.